നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നവിടെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം പ്രോഗ്രാംസും പിന്നെ അതുപോലെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് കാഴ്ചകളൊക്കെ കാണാം. ഫോർട്ട് കൊച്ചി പോകുന്ന പാലങ്ങളൊക്കെ ഫുൾ അലങ്കരിച്ചിട്ടാണുള്ളത്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 6:30 ആയിട്ടാണ് ഇറങ്ങിയത്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. 2 വീലറിൽ പോയത് കൊണ്ട് തന്നെ നമുക്ക് അധികം ബ്ലോക്ക് കിട്ടാതെ തന്നെ എത്തിച്ചേരാൻ പറ്റി. ഈ പ്രോഗ്രാം നടക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ വേളി ഗ്രൗണ്ടിൽ വെച്ചാണ്. ബ്ലോക്കിൻ്റെ ഇടയിൽപ്പെട്ട് നമ്മൾ എങ്ങനെയല്ലോ അകത്ത് കയറി. അകത്ത് നിറയെ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വെറൈറ്റി ആയിട്ട് പൊരിച്ച ഐസ്ക്രീമിൻ്റെ കൗണ്ടറൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ ഇവിടെയുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണിക്കാം. എൻ്റെ കൂടെ നമ്മുടെ ഫ്രണ്ടായ ബ്രിജേഷാണ് വന്നത്. ഡിസംബർ 31 രാത്രി 12 മണിക്ക് കത്തിക്കാൻ വേണ്ടി ഇവിടെ ഒരു പാപ്പാജിയൊക്കെ വെച്ചിട്ടുണ്ട്. കാണുമ്പം തന്നെ പേടിയാവുന്ന രീതിയിലാണ് ഈ പ്രാവശ്യത്തെ പാപ്പാജിയുടെ രൂപം. ഈ കാണുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ. ഇവിടെ രാത്രി ഒരുപാട് പ്രോഗ്രാമുകൾ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് കുട്ടികളും സ്ത്രീകളും ഒക്കെ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഏറ്റവും വലിയൊരു ക്രിസ്മസ് ട്രീ. ഇത് നീല ബൾബൊക്കെ കൊണ്ടാണ് ഈ പ്രാവശ്യം ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിന് താഴെ ഒരുപാട് സ്റ്റാറുകളൊക്കെ തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു സാന്റയുടെ പ്രതിമയും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് തോപ്പുംപടി ഓൾഡ് ബ്രിഡ്ജ് വഴിയാണ്. ഇത് വില്ലിംഗ്ടൺ ഐലൻഡും അതുപോലെ ഫോർട്ട് കൊച്ചി ഐലൻഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പഴയൊരു ബ്രിഡ്ജാണ്. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുൾ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിലൂടെ. നമ്മൾ പോയപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടായിരുന്ന കുറച്ച് കലാപരിപാടികൾ ഇനി കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബൈ ഫ്രം നോമാഡ് ടെക്കി അതുൽ.